ചെങ്ങായിമാരെ നമ്മളെ തിരുവനന്തപുരം മേയർ വി രാജേഷും ഡെപ്യൂട്ടി മേയർ ആശാനാഥില്ലേ, ഡെപ്യൂട്ടി മേയറല്ല പുട്ടിയിട്ട മേയർ ആശാനാഥില്ലേ, രണ്ടാളും ചവിട്ടും കുത്തും കിട്ടിയിട്ടില്ല ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിട്ടുള്ളത്. സംബന്ധിച്ചാൽ ഇന്ന് ആരൊക്കെ തടഞ്ഞാലും എന്തൊക്കെ സംഭവിച്ചാലും നമ്മൾ ഇന്ന് ഓഫീസ് കയറിയിട്ട് അടങ്ങുന്നു പറഞ്ഞിട്ട് നമ്മളെ മേയർ വി രാജേഷും പുട്ടിയിട്ട മേയർ ആശാനാഥും പിന്നെ കുറെ ചാണക സംഘങ്ങൾ കൂടി ഓഫീസിലേക്ക് ഒരു ഒന്നൊന്നര പ്രകടനം നടത്തി. പ്രകടനത്തിലെ മുദ്രാവാക്യം കേട്ടുകഴിഞ്ഞിട്ടല്ല നിങ്ങൾ ഞെട്ടിപ്പോവും. ഒരുത്തനെയും മുന്നിൽ വന്നു ഒരുത്തനെയും വിടില്ലെന്ന് പറ്റാന്ന് അവരാ പ്രകടനം നടത്തിയത്. ലാസ്റ്റ് ആ പ്രകടനം ഉണ്ടല്ലോ ഓഫീസിന്റെ മുന്നിലെത്തുമ്പോ ഓഫീസിന്റെ മുന്നുണ്ടല്ലോ 10-15 CPM മാത്രമേ ഉള്ളൂ. ഇവരാണെങ്കിൽ 500 മുകളിൽ സംഖ്യയിലുണ്ട്. എന്നിട്ടുണ്ടല്ലോ ആ 10-15 CPM അടികിട്ടിന്നാണ് ഈ BJP-ക്കാരുണ്ടല്ല ഇവർ തന്നെ പറയുന്നത്. എന്നിട്ട് ഇവർ തന്നെയാണ് ഹോസ്പിറ്റലിൽ പോയിട്ട് അഡ്മിറ്റ് ആയിട്ടുള്ളത്. ഇതിലും വലിയ നാണക്കേണ്ട സംഖ്യകളെ ആ 15ഓളം വരുന്ന CPM ഇമാതിരി അടിയിട്ടെന്ന് പറയാൻ പറ്റി കുറച്ച് ഉളുപ്പുണ്ട് നിങ്ങൾക്ക്. എന്തായാലും ഈ സംഭവം അറിഞ്ഞതോടു കൂടി ഉണ്ടല്ല എന്റെ BJP-ക്കാർ ആരടാ തൊട്ടേന്ന് പറഞ്ഞ് നമ്മളെ BJP-ന്റെ സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ മുതലാളിയും പിന്നെ നമ്മളെ ഉള്ളി സ്വരാട്ടനല്ലേ രണ്ടാളും മന്ത്രി പറഞ്ഞ് കേരളം ഇന്ന് കത്തും, അല്ലെങ്കിൽ കേരളത്തെ നമ്മൾ ഇന്ന് കത്തിക്കുമെന്ന്. എന്തൊക്കെയായാലും നമുക്കുണ്ടല്ല ആദ്യം തന്നെ വി രാജേഷും കുട്ടിയുടെ മേയറും പിന്നെ കുറെ സംഖ്യകളും കൂടി നമ്മൾ ഇന്ന് ഓഫീസ് കയറിയിട്ട് അടങ്ങുന്നു പറ്റി വെല്ലുവിളി നടത്തിട്ട് പോയാ ആ പ്രകടനം ഒന്ന് കണ്ടിട്ട് വന്നാലോ. എന്താ മോനെ ആവേശം. 500-ഓളം വരുന്ന BJP-ക്കാരാണ് ഓഫീസ് നമ്മൾ തുറന്നിട്ടേ പോകുന്നു പറഞ്ഞ് അങ്ങോട്ടേക്ക് പോയത്. ഈ പോക്ക് കണ്ടാൽ നമ്മളൊക്കെ വിചാരിക്കും അവിടെ കൂടിയിരിക്കുന്ന ആ 15 CPM-മാരല്ലേ ആ CPM-മാരാ ഈ BJP-ക്കാർ അടിച്ചോടിക്കുന്നത്. പക്ഷെ അങ്ങനെ CPM-മാരെ അടിച്ചോടിക്കാൻ പോയ അവതാര പിറവിയുടെ രൗദ്രഭാവം പൂണ്ട നമ്മളെ പുട്ടിയിട്ട മേയർ ഇപ്പൊ എന്താ ചെയ്യുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. പോട്ടെ അടുത്തേ എല്ലാ കമ്മികളെ ആ കുലസി സഹീണിന നിങ്ങൾ കൊല്ലാക്കൊല ചെയ്ത് കളഞ്ഞ. ചേച്ചിക്ക് അല്ലെങ്കിൽ തന്നെയുണ്ടല്ലോ അഭിനയത്തിന്റെ അസ്കിതി ഉണ്ടല്ല അത് കുറച്ചധികം ഉണ്ട്. ചേച്ചിയുടെ തിരുവനന്തപുരത്തെ അറിയപ്പെടുന്ന പ്രമുഖ റീൽസ് അഭിനേത്രി കൂടിയാണ് നമ്മൾ ഈ പുട്ടിയിട്ട മേയർ. ഡെപ്യൂട്ടി മേയറുടെ പണിയൊന്നും നമ്മൾ ഈ കുലസി സംഘടന എടുക്കുന്നുണ്ടെങ്കിലുണ്ടല്ല കൃത്യസമയത്ത് കൃത്യമായ ഇടപാടുകളുണ്ടല്ല റീൽസ് കൃത്യമായിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ചെയ്യേണ്ട ഒരു പണിയിൽ ശ്രദ്ധ കൊടുക്കുന്നില്ലെങ്കിലും റീൽസ് അപ്ലോഡ് ചെയ്യുന്നുണ്ടല്ല നല്ല ശ്രദ്ധ ഈ സംഘടന കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് ചിലപ്പോ നിങ്ങൾക്കുണ്ടല്ലോ ഈ അഭിനയം ലേശം ഓവറായിട്ട് തോന്നും. ഇനി നമുക്ക് അടുത്തതായിട്ട് അവതാര പിറവിയുടെ രൗദ്രഭാവം ഉണ്ട രണ്ടാമത്തെ ആളില്ലേ വി രാജേഷ് എന്താ ചെയ്യുന്നത് ഒന്ന് പോയി നോക്കിട്ട് വന്നാലോ. ഇപ്പൊ എല്ലാത്തിനും തീർക്കുന്നു പറഞ്ഞു പോയ നമ്മളെ മേയുടെ അവസ്ഥ ഉണ്ടല്ലേ ചാക്ക വെട്ടിയിട്ട് പോലെയാണ് ആ കിടക്കുന്നത്. ഇനി ഈ സംഖ്യയിലുണ്ടല്ല ഈ വീഡിയോക്ക് നാളെ എന്താ ക്യാപ്ഷൻ കൊടുക്കാന്നറിയാം. നമ്മളെ മേയറുണ്ടല്ല ആശുപത്രി കിടക്കല് കർമ്മനിരതനായി ജോലി ചെയ്യുന്നതായിരിക്കും സംഖ്യയിൽ ഇതിലിടുന്ന ക്യാപ്ഷൻ. ഇന്നലെയാണ് നമ്മളെ വി രാജേഷൻ ടീമിന് മൊത്തമുള്ള കോടതിന്റെ കയ്യിൽ നിന്ന് നല്ല അടി കിട്ടിയത്. ഇവരുടെ ബലിദാനികളുടെയും കണ്ട എല്ലാ ദൈവത്തിന്റെയും പേരിൽ സത്യപ്രതിജ്ഞ കോടതി പറഞ്ഞ ആ പരിപാടി ഒന്നും ഇവിടെ വേണ്ട, ആദ്യം ഒന്നും കൂടി പോയിട്ട് നല്ല രീതിയിൽ സത്യപ്രതിജ്ഞ ചെയ്യാൻ വേണ്ടി എല്ലാത്തിനോടും പറഞ്ഞു. അങ്ങനെ കോടതിയുടെ കയ്യിൽ നിന്നുണ്ടല്ലോ നല്ല അടി കിട്ടിയിരിക്കുമ്പോഴാണ് ഇന്നിട്ടില്ല CPM-മാരെ കയ്യിൽ നിന്ന് നല്ലോണം അടി കിട്ടിയത്. ഞാൻ നോക്കുമ്പോൾ നമ്മളെ തിരുവനന്തപുരത്തെ സംഖ്യയിലെ ടൈം ഉണ്ടല്ല നല്ല ബെസ്റ്റ് ടൈമാട്ടോ. ഇപ്പൊ ഇവന്മാർ തിരുവനന്തപുരം കോർപ്പറേഷൻ ഉണ്ടല്ല ഒരു പണിയും എടുക്കുന്നില്ലെങ്കിലും റീൽസ് ചെയ്യുന്ന പണി കൃത്യമായിട്ട് എല്ലാം എടുക്കുന്നുണ്ട്. തിരുവനന്തപുരം മൊത്തം കെട്ട് നാറയുന്നു. പക്ഷെ ഇവന്മാർക്ക് ഈ സംഖ്യക്ക് അതൊന്നും യാതൊരു കുഴപ്പമില്ല. എന്തായാലും നമ്മളെ മേയർക്കും കുട്ടിയുടെ മേയർക്കും നല്ല അടികിട്ടിന്ന് അറിഞ്ഞപാട് നമ്മളെ BJP-ന്റെ മുതലാളി ഉണ്ടല്ല ചന്ദ്രശേഖരൻ മുതലാളി വന്നിട്ട് ഒരൊന്നൊന്നര മാസ് ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്. ആ മാസ് ഡയലോഗ് നമുക്കിത് കേട്ടിട്ട് വന്നാലോ. CPM-ന് കോൺഗ്രസ് സ്പീക്കറിന്റെ ഓഫീസിൽ പോയി കലാപവും നാടകവും ചെയ്യാൻ സാധിക്കും. പക്ഷേ BJP മേയറിന്റെ ഓഫീസിൽ കയറാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അവിടെ കലാപവും നാടകം ചെയ്യാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഞാൻ ഇന്ന് ഉറപ്പായിട്ട്, അത് സഖാവ് പിണറായി വിജയനാണോ ഏത് സഖാവാണെങ്കിൽ ഞാൻ ഇന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇന്ത്യയുടെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയാണ്.
അതിന് നമ്മളെന്താ വേണ്ടത്? നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടി എന്ന് വെച്ചിട്ട് മറ്റുള്ള രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ തുണിയില്ലാതെ നടക്കണോ? ചന്ദ്രശേഖരൻ മുതലാളി എല്ലപ്പ ചന്ദ്രശേഖരൻ മുതലാളി നിങ്ങളില്ല, നിങ്ങൾ എന്താണ് നിങ്ങൾ ഇപ്പൊ വന്നിട്ട് പറഞ്ഞത്? നിങ്ങളെ മേയറുണ്ടല്ല, നിങ്ങളെ മേയറിന്ന് തൊടാൻ വിടില്ലാന്ന്. എല്ലാ ചന്ദ്രശേഖരൻ മുതലാളി നിങ്ങളെ മേയറുണ്ടല്ല, മേയർ മാത്രമല്ല പുട്ടിയുടെ മേരൊക്കെ ഉണ്ടല്ല, അടികിട്ടിട്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ് എന്റെ മുതലാളിയെ. അങ്ങനെയുള്ള സമയത്താണ് നിങ്ങളുടെ ഇമാതിരി ഡയലോഗ് അടിക്കുന്നത്. നമ്മളെ തടഞ്ഞ് ഒരുത്തിനെയും വിടില്ലാന്നും പറഞ്ഞ് ഡയലോഗ് അടിച്ച് പോയതാണ് നിങ്ങളെ മേയറും പുട്ടിയുടെ മേയറും 500ഓളം ചാണക സംഘം കൂടിയിട്ട്. പിന്നെ നമ്മളെന്താ കാണുന്നറിയാം? ആംബുലൻസ് തുരുതുരാ വരുന്ന ഈ ഡയലോഗ് അടിച്ച നിങ്ങളെ മേയറും പുട്ടിയുടെ മേയറും പിന്നെ കുറെ ചാണക സംഘം ഉണ്ടല്ല, ആംബുലൻസിൽ ഇട്ടിട്ട് ഒരേ പോക്ക് ആശുപത്രിയിലേക്ക് പോകുന്നു. ഇതാ പിന്നെ നമ്മൾ കണ്ടത്. എന്നിട്ട് നിങ്ങളിപ്പോ വന്നിട്ട് പറഞ്ഞത് നിങ്ങളെ മേയറിയും പുട്ടിയുടെ മേയറിയും സംഘികളെയും ഒന്നും തൊടാൻ പറ്റൂലെന്ന്. ഇനി എന്തിനാ തൊടുന്നത്? തൊട്ടിട്ടുണ്ടല്ല, അവിടെ തീർത്ത് വെച്ചിട്ട് അവിടെ എല്ലാരെയും നിങ്ങൾ ഈ പറഞ്ഞ ടീം മൊത്തം പഞ്ചറായി കിടക്കുന്നത് എന്റെ മുതലാളിയെ. ഇനി ഞാൻ നിങ്ങളെ കാണിച്ചിടാൻ പോകുന്നത് BJP-ക്കാരുണ്ടല്ലോ ഈ ഉഡായിപ്പ്. ഇന്ന് ഈ ഉഡായിപ്പ് കാണിച്ചതിന്റെ മെയിൻ കാരണം എന്താ നിങ്ങൾക്ക് അറിയണ്ടേ? ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇവിടെ വെച്ചാൽ ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും സംഘികൾ ഈ കാണിച്ച കോപ്രായുണ്ടല്ല, ഈ ഉഡായിപ്പ് ഉണ്ടല്ല, ഇതെന്തിനാണെന്ന്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണപ്രതിസന്ധി ഉടലെടുത്തതിന് പിന്നാലെ ഇന്നിപ്പോ കയ്യാങ്കളി അരങ്ങേറി. എന്തിനായിരുന്നു കയ്യാങ്കളി? രാഖി രാമാനം ഹൈക്കോടതി 20 BJP പ്രവർത്തകരുടെ സത്യപ്രതിജ്ഞ റദ്ദാക്കിയതിന് പിന്നാലെ രാഖി രാമാനം തലയിൽ മുണ്ടിട്ടുള്ള പ്രത്യേകതരം ഒരു സത്യപ്രതിജ്ഞ. അതും പോരാഞ്ഞിട്ട് കാപ്പ കേസ് പ്രതിയായിട്ടുള്ള വാഴോട്ടുകോണം കൗൺസിലർക്കെതിരെ രജിസ്റ്റർ ചെയ്ത കാപ്പ ആഭ്യന്തര സെക്രട്ടറി അംഗീകരിച്ചതോടുകൂടി കാപ്പയിൽ മാറ്റമില്ല എന്ന് ഇന്ന് രാവിലെ തീരുമാനം പുറത്തു വന്നു. സ്വാഭാവികമായിട്ടും കാപ്പ കേസ് പ്രതിയായിട്ടുള്ള കൗൺസിലർ രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷം പ്രതിഷേധ സമരം സംഘടിപ്പിക്കും. അത് സംഘടിപ്പിച്ചു. മേയറുടെ ഓഫീസിന് മുന്നിൽ രാജി ആവശ്യപ്പെട്ടുകൊണ്ട് കുത്തിയിരിപ്പ് സമരം. ആ കുത്തിയിരിപ്പ് സമരം അരങ്ങേറുമ്പോഴാണ് മേയർ സംഘവും ഹീറോയിസം കാണിക്കാൻ വേണ്ടി ആ പ്രതിഷേധത്തിന് നടുക്കേക്ക് പോലീസിനെയും കൊണ്ടുവന്ന് ഇടിച്ചു കയറിയത്. അതായത് മേയറുടെ ഓഫീസിന് മുന്നിൽ കസേരയിട്ട് പ്രതിഷേധിച്ചിരുന്ന പ്രതിപക്ഷ അംഗങ്ങൾക്ക് മേലേക്ക് പുട്ടി മേയറെ മുന്നിൽ നിർത്തിക്കൊണ്ട് മഹാഭാരത മോഡലുള്ള ഒരു തള്ളിക്കയറ്റം. എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് റീൽസ് താരമായിട്ടുള്ള ഡെപ്യൂട്ടി മേയറെ കൊണ്ട് അഭിനയിച്ച് തകർത്ത് കളയാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടി നേരെ വന്ന് പോലീസുകാരുമായിട്ട് പ്രതിഷേധക്കാർക്കിടയിലേക്ക് ചാടി കയറുകയായിരുന്നു. ഇതാണ് സംഭവിച്ചത്. ഞങ്ങൾ മുൻവാതിലൂടെ മാത്രമേ കയറുള്ളൂ. കാര്യം പ്രതിഷേധം ഫ്രണ്ട് ഡോറിൽ നടക്കുകയാണെങ്കിലും മേയർക്ക് അകത്ത് പ്രവേശിക്കാൻ അവിടെ മറ്റൊരു വാതിലുണ്ട്. പക്ഷേ അതല്ല, നമ്മൾ ഇവിടെ ഒരു വാർത്താ സീൻ ക്രിയേറ്റ് ചെയ്യണം. അതിനുവേണ്ടി നമ്മുടെ പുട്ടി റീൽസ് താരത്തെ കൂടി മുന്നിൽ നിർത്തിക്കൊണ്ടുവന്ന് അവിടെ ഒരു സീൻ അങ്ങ് ക്രിയേറ്റ് ചെയ്യായിരുന്നു. ആ സീൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോലീസിനെ കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇവർ ചാടി ഫ്രണ്ട് ഡോർ വഴി അകത്ത് കയറി എന്ന് പറഞ്ഞാൽ വനിതാ കൗൺസിലർമാരെ വരെ ചവിട്ടി മെതിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. സ്വാഭാവികമായിട്ടും ഇത്തരം പ്രതിഷേധങ്ങൾ മുൻപ് നഗരസഭയുടെ നടത്തിയിട്ടുണ്ട്. VK പ്രശാന്ത് എന്ന മേയറെ തള്ളിയിട്ട് കാലുവരെ പരിക്കേൽപ്പിച്ച ചരിത്രമുണ്ട്. അങ്ങനെയുള്ള BJP-ക്കാർ ഇന്നിപ്പോ ഈ സമരം നടത്തിയതിനു ശേഷം എന്തിനു വേണ്ടിയുള്ള പ്രതിഷേധം എന്ന് ചോദിച്ചപ്പോൾ മേയർ തട്ടിവിട്ടൊരു നുണ കേട്ടെ. അവിടെ രാവിലെ എന്നെ കാണാൻ വരുന്നവരെ തടഞ്ഞു അത്രേ. കാര്യം ജനങ്ങളുടെ വികാരം നമ്മൾ ഉണർത്താൻ വേണ്ടിയുള്ള തന്ത്രം. എന്തിനു വേണ്ടിയാണ് പ്രതിഷേധം? രാഖി രാമാനം സത്യപ്രതിജ്ഞ നടത്തി സുഗതൻ കൗൺസിലർ എന്ന റൌഡിക്ക് അല്ലെങ്കിൽ ഗുണ്ടയ്ക്ക് കാപ്പ ചുമത്തിയത് ആഭ്യന്തര വകുപ്പ് ശരിവെച്ചു. സ്വാഭാവികമായിട്ടും എവിടെയും പ്രതിഷേധം നടക്കാം. ആ പ്രതിഷേധം മാത്രം അരങ്ങേറിയതാണ്. അതിനാണ് ഈ നുണ. ഇതൊക്കെയാണ് സംഭവം. സംഖ്യക്കുണ്ടല്ല നമ്മളെ ഗുണ്ടാസുഖതൻ എങ്ങനെയെങ്കിലും വെളുപ്പിച്ചെടുക്കണം. 3 യോഗത്തിൽ ഗുണ്ടാസുഖത്തിന് വരാൻ പറ്റിയില്ലെങ്കിലല്ല സുഖത്തിന് അയോഗ്യനായി പോകും. ഇപ്പൊ തന്നെ 2 എണ്ണത്തിൽ നമ്മളെ ഗുണ്ടാസുഖത്തിനുണ്ടല്ല വരാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മളെ ഗുണ്ടാസുഖത്തിനുണ്ടല്ല ജാമ്യം കിട്ടും വരെ, കോടതി ജാമ്യം കൊടുക്കും വരെ ഇവരുണ്ടല്ല ഈ ഉഡായിപ്പ്, ഈ ഡ്രാമ ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. അതായത് സുഗതം പുറത്തിറങ്ങുന്നവരെ ഇവരെ കൗൺസിൽ യോഗം ഉണ്ടല്ല, ആ കൗൺസിൽ യോഗം നടക്കാതിരിക്കുക എന്നുള്ളത് സംഖ്യയുടെ ഒരു പരിപാടിയാണ്. അതിന്റെ ഡ്രാമയാണ് ഈ 2 ദിവസമായിട്ടും ഇന്നൊക്കെ ആയിട്ട് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവന്മാരുടെ വിചാരം എന്താണ്? ഇവർക്ക് മാത്രമേ ബുദ്ധിയും കുബുദ്ധിയും ഒക്കെ ഉള്ളതാണ്. ഇവന്മാരാണ് ശരിയായ മണ്ടന്മാരെന്ന് ഇവർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. തിരുവനന്തപുരത്ത് ഒരു നല്ല മാറ്റത്തിന് വേണ്ടിയില്ല നിങ്ങൾ ഇവരെ വിജയിപ്പിച്ചത്. ഇപ്പൊ തിരുവനന്തപുരത്ത് എന്താ അവസ്ഥ? നല്ല നാറ്റാണ്. മാറ്റമല്ല, നല്ല നാറ്റമാണ്. ഇനി 4.5 വർഷത്തോളമുണ്ടല്ല ഈ നാറ്റം, ഈ സംഖ്യയുടെ നാറ്റമുണ്ടല്ല നിങ്ങൾ സഹിക്കുക, നിങ്ങൾ അനുഭവിക്കുക, വേറെ രക്ഷയില്ല. അപ്പൊ അഭിനയ കുലപതികളായ മേയർക്കും പുട്ടിയിട്ട മേയർക്കും പിന്നെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.